അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ നിറപുത്തിരി ചടങ്ങുകൾക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാണ്. അപ്പോൾ അതേ അനിയത്തി, ചേച്ചി, അങ്ങനെ ബന്ധുമിത്രാദികൾ എല്ലാവരും ഉണ്ട്. അച്ഛനും അമ്മയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അവർക്കാണ് കൂടുതൽ അറിയുക. അതായത് മുത്തശ്ശൻ്റെ കാലം തൊട്ടേ അവർ കണ്ട് ശീലിച്ച കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കുട്ടികൾ ഇവിടെ തുളസിപ്പൂവൊക്കെ പറിച്ച് അവർ ഉഷാറായാണ്. ഈ ചടങ്ങുകൾക്കൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അവർക്കാണ് താല്പര്യം. ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിറപുത്തിരിക്കുള്ള കതിരൊക്കെ അത് അമ്മ നേരത്തെ റെഡിയാക്കി പുറത്ത് വെച്ചിരിക്കുകയാണ്, അകത്തേക്ക് കയറ്റിയിട്ടില്ല. അത് ചടങ്ങുകളോട് കൂടിയല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കതിരൊക്കെ പൊട്ടിച്ച് അമ്മ പുത്തരി പായസം ഉണ്ടാക്കാനും പിന്നെ നേദിക്കാനുള്ള അട ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവരൊക്കെ ഭയങ്കര തിരക്കിലാണ്. ഇപ്പോൾ ചേച്ചി, അനിയത്തി, അമ്മ, അച്ഛൻ എല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറൊക്കെ തരാൻ മടിക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അമ്മയിൽ നിന്ന് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ എന്ന്. എല്ലാ വീട്ടുകളിലും ഇങ്ങനെ ഒരു പൂജ നടന്നിരുന്നു പണ്ടത്തെ കാരണന്മാരുള്ള സമയത്ത്. ഇപ്പോഴത്തെ ചെറിയ തലമുറക്കാർക്കൊന്നും അതിലൊന്നും വിശ്വാസമില്ല. എന്നാലും നമ്മൾ ഒരു വിളക്ക് കൊത്തിയിട്ട് 4 കതിരയിലും വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. ഇപ്പം നെല്ലും പണിയേണ്ടിയില്ല അങ്ങനെയൊക്കെ ഒന്നും. എല്ലാവരുടെയും അത്യാവശ്യം ഭൂമികളായിട്ടാണ് കിടക്കുന്നത്. അത് കാരണം കൊണ്ട് നെല്ലിൻ്റെ കതിര് കിട്ടാനും ഭയങ്കര വിഷമമാണ് ഇപ്പോൾ. മറ്റത് നമ്മുടെ പഠിക്കുന്ന താഴെ തന്നെ നമ്മൾ നെല്ലൊക്കെ പണിതായിരുന്നു. അതൊന്നും ഇല്ല. അത് കാരണം കൊണ്ട് പടലനേദ്യത്തിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ മരങ്ങളെയൊക്കെ നമ്മൾ പൂജിക്കുന്നുണ്ട്. അവരുടെ ആ കായ്കനികളൊക്കെ നമ്മളല്ലേ ഭക്ഷിക്കുന്നത്. അപ്പം നമുക്കൊരു ഉപകാരം അവർ ചെയ്യുന്നത്. പിന്നെ അവരുടെ ആ ഉച്ഛ്വാസത്തിൻ്റെ വായു ശരിക്കും പ്രാണവായുവാണ്. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിൻ്റെയൊക്കെ പേരിൽ അവരെ നമ്മൾ പൂജിക്കുകയാണ് ഈ പടലനേദ്യം എന്നുള്ളതിൻ്റെ അർത്ഥം. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്. ഇനി വേറെ അർത്ഥം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇന്നാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ നമ്മൾ പണ്ടൊക്കെ നമുക്ക് ധാരാളം അറകളും പത്തായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ നെല്ലൊക്കെ ഉണക്കി പത്തായത്തിലൊക്കെ നമ്മൾ സൂക്ഷിച്ചിരുന്നത്. അതാണ് നമ്മൾ ഇല്ലനിറ, വല്ലനിറ, പറ്റിനിറ, പൊട്ടുനിറ, പത്തായം നിറ എന്നൊക്കെ പറയുന്നത്. ആ നെല്ല് വെച്ചിട്ടാണ് നമ്മൾ ഉഴച്ചത്. അന്ന് ഇതുപോലെ കടയിൽ പോയി അരിയൊന്നും കിട്ടിയിരുന്നില്ല. ഈ അരിയാണ് ഈ നെല്ല് കുത്തിയിട്ടാണ് നമ്മൾ ഉഴച്ചിരുന്നത്. ഇത് കൊയ്തിട്ടുള്ള ആദ്യത്തെ നെല്ലും ഇതേപോലെ നമ്മൾ വലിയ ചെമ്പിലിട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ മുകളിലും ഇതേപോലെ ഉഴിഞ്ഞൊക്കെ കെട്ടിയിട്ട് വേണം അത് പുഴുങ്ങി അത് കുത്തി ആ അരി ഉഴയ്ക്കുമ്പോഴും വേണം ഇങ്ങനെ. അതിന് വലിയ പുത്തിരി എന്ന് പറയും. ആ ചോറ് വെച്ചിട്ട് ഉഴയ്ക്കേണ്ടത്. അതിനും ഇതേപോലെ എലിശ്ശേരി, ഉഞ്ചിത്തൈര് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് വലിയ പുത്തിരി ഭക്ഷണങ്ങൾ കഴിക്കുക. ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് എനിക്ക് അറിവുള്ളത് ഞാൻ പറയുന്നത്. ഇതാണ് നിങ്ങൾ കതിര് കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പോൾ ഇല്ലനിറക്കിയുള്ള കതിര് അത് അകത്തേക്ക് കയറ്റിയിട്ടില്ല, പുറത്തായിരിക്കുന്നത്. ഇതിന്ന് കുറച്ച് കതിരെടുത്തിട്ടാണ് ഞങ്ങൾ പുത്തിരി പായസം. ഇത് ഇതിൽ അമ്മിയുമ്മിലോ ഇതിൽ എന്തെങ്കിലും അരച്ചിട്ട് അതിൻ്റെ പാലെടുക്കുക. ആ പാലെടുത്തിട്ട് നമ്മൾ പായസം വെക്കലിൽ ഒഴിക്കുക. അതാണ് ചെറുപുത്തിരി എന്നാണ് പറയുക ഇതിന്. ആ പുത്തിരി പായസം എന്ന് പറയുന്നത് അത് പൂജിക്കും. അപ്പോൾ പിള്ളേരൊക്കെ തുളസിപ്പൂ പറിക്കുന്ന തിരക്കിലാണ്. ഇത് ഞങ്ങളുടെ ആരാധിക്കുട്ടിയാണ്. ഇത് ചേച്ചിയുടെ കൊച്ചുമോളാണ്. പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ അനിയത്തിയുടെ മോളും. ഉണങ്ങലേരി അരച്ചിട്ടുള്ള മാവാണത്. ഇതിൽ ഇത് അട ഉണ്ടാക്കാനാണ്. അതിലേക്ക് ശർക്കര, നാളികേരം, പിന്നെ അത് ശർക്കര പാനി നല്ലോണം ഇങ്ങനെ ഇതായിട്ട് വരണം. കമ്പിപ്രായം ആകുമ്പോൾ നമ്മൾ നാളികേരം അതിലിടണം. എന്നിട്ട് ചുക്ക്, ജീരകം ഒക്കെ അതിലിടുക, പൊടിയൊക്കെ അതിലിടുക. എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കുക. എന്നിട്ട് ഈ മാവിൻ്റെ നടുക്കിലിട്ടിട്ട് അട മടക്കുക. അങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ പൂജിക്കാനുള്ള അട ഉണ്ടാക്കുന്നത്. അടയൊക്കെ ഇതിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചു. പിന്നെ അത് അടച്ച് വയ്ക്കുക. പായസമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കുത്തിരി അടച്ചു അരി കഴുകി ഇടുകയാണ്. അതിൽ കുത്തിരി പായസം. അരി ഇട്ടുണ്ട് ഇളക്കി. ഇത് ഇവിടെ കിടന്ന് വേവട്ടെ, നല്ലോണം വേവട്ടെ അരി. പുതിയ നെല്ലിൻ്റെ കതിര് അരച്ച് വെച്ചേക്കുന്നതാണ്. ഞാനിപ്പോൾ അവിടെ തോന്നിട്ട് അരച്ചു. ഇതിഞ്ഞ് അരിച്ചിട്ട് നമ്മൾ പായസത്തിലേക്ക് ഒഴിക്കും. അപ്പോൾ അത് പുത്തിരി പായസമായി. പായസം വെന്തു. ഇനി ഞങ്ങൾ അതിൽ പുത്തിരി ആ നെല്ല് അരച്ച പാലാണ് അതിൽ ഒഴിച്ചേക്കുന്നത്. അച്ഛനോട്
ആ മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണക്കല്ലരി അരച്ചിട്ട് എന്താ പറയുക അണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പൂജ ചെയ്യുന്ന സ്ഥലം അണിയാണ് അച്ഛൻ. അപ്പം അതേ കതിരി കൊണ്ടുവരാറായി. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ഇവിടെ എല്ലാം കഴിഞ്ഞു. പായസമായി പുത്തിരി പായസം. പുത്തിരി എന്ന് പറയുന്നത് ആ പായസത്തിനെയാണ്. പിന്നെ അട, പിന്നെ പലക, കിണ്ടി, വിളക്ക്, എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ഉണ്ട്. അങ്ങനെ അതേ അനിയത്തി നിലവിളക്ക് കൊളുത്തി നമ്മുടെ ലക്ഷ്മി ദേവിയായ നെൽക്കതിരിനെ, അതായത് നമ്മുടെ അന്നം, ആ നെൽക്കതിരിനെ നമ്മുടെ കൊണ്ടുവരികയാണ്. അകത്തേക്ക് കൊണ്ടുവരാനുള്ള ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ വിളക്ക് കൊളുത്തി നെൽക്കതിരായിട്ട് ഇതേ ഇപ്പോഴത്തെ പുതിയ തലമുറകളാണ് എല്ലാവരും. അവർക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു ചടങ്ങ് അവർ ആദ്യമായിട്ടാവും കാണുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കുട്ടികളുടെ മുഖത്തൊക്കെ കാണാനുണ്ട്. വലിയവരാണെങ്കിലും അവരും ഇങ്ങനെ അവിടെ അങ്ങോട്ട് നീക്കി അയ്യോ വന്നിട്ട് അപ്പം അങ്ങനെ പൂജ ആരംഭിക്കുകയാണ്. എല്ലാ ചടങ്ങുകളും ഇവിടെ എന്താ പറയുക ഇതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി അച്ഛൻ്റെ പൂജ ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടുകൊണ്ട് അടുത്ത് തന്നെ ഋതുൽക്കുട്ടനും ഉണ്ട്, നമ്മുടെ ആര്യാദികുട്ടിയുണ്ട്. രണ്ടുപേരും സന്തോഷത്തോടെ ആ മുണ്ടൊക്കെ ചുറ്റി രണ്ടുപേരുടെ ഇരിപ്പ് കണ്ട അവരാണ് ഇതിലൊക്കെ എന്താ പറയുക പ്രധാന പങ്കാളികളായ പോലെയാണ്. അവരുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതായത് ആ നെൽക്കതിരൊക്കെ കൊണ്ടുവരുമ്പോഴത്തെ അവരുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം, അങ്ങനെയൊക്കെയുള്ള സന്തോഷമാണ് കുട്ടികൾക്ക് വേണ്ടത്. ഇനി വരുന്ന തലമുറയ്ക്ക് ഇതൊക്കെ അറിഞ്ഞ് ഐശ്വര്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു എന്താ പറയുക തലമുറ ഉണ്ടാവട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പം ഞാനും അമ്മോട് പറഞ്ഞു, ഇതൊക്കെ ഇപ്പോൾ പുതിയ തലമുറയ്ക്കൊന്നും അറിയാത്ത കാര്യങ്ങളല്ലേ, നിങ്ങളൊക്കെയാണ് ഇനി പറഞ്ഞു തരേണ്ടത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാം അതുപോലെയുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പഴയ ആൾക്കാർക്ക് വളരെ സുപരിചിതമായ ഒരു ചടങ്ങാണല്ലോ ഇത്. എന്താ പറയുക മെയിനായിട്ട് നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഐശ്വര്യം എന്ന് പറയണമെങ്കിൽ എന്താ പറയുക ഭക്ഷണം തന്നെയാണ് ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധി എന്ന് പറയുന്നത്. നമുക്ക് വേറെ ഒന്നുമല്ല, സ്വർണം പണവും അതിനേക്കാട്ടിലൊക്കെ ഉപരിയാണ് പത്തായം നിറച്ച് നെല്ല്. അതായിരുന്നു അന്നത്തെ വയറ് നിറച്ച് ഉണ്ണാനുള്ള അന്നം ഉണ്ടാവുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐശ്വര്യം, അതായത് മഹാലക്ഷ്മി, അന്നം എന്ന് പറയുന്നത് നമ്മുടെ മഹാലക്ഷ്മിയാണല്ലോ. അപ്പോൾ ഈ നെല്ലിൽ മഹാലക്ഷ്മി കുടികൊള്ളണമെന്നാണ് വിശ്വാസം. അപ്പം അങ്ങനെ പൂജ കഴിഞ്ഞിട്ടില്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ പുത്തരി പായസം നേദിക്കുകയാണ്. അതുമാതിരി അട, ഇതൊക്കെയാണ് എന്താ പറയുക മെയിനായിട്ടുള്ള ചടങ്ങുകൾ. ഇതിൽ പുത്തരി പായസവും അടയും പിന്നെ നെല്ലിക്കതിരി, ഇതാണ് മെയിനായിട്ട് പൂജിക്കുന്നത്. ഈ മഹാലക്ഷ്മിയുടെ എന്താ പറയുക ഇരിപ്പിടാണ് ഇത്ര നെല്ല്. അതുകൊണ്ടാണ് ഈ കല്യാണം എന്നൊക്കെ പറയുന്നത്, നമ്മൾ കല്യാണം, പാല് കാച്ചൽ, ഇങ്ങനെയുള്ള എല്ലാ മംഗളകരമായ എല്ലാ ചടങ്ങുകൾക്കും എപ്പോൾ നോക്കിയാലും നമ്മൾ കാണാം എന്താ പറയുക പറ വയ്ക്കൽ. അപ്പോൾ ആ പറയില്ലാണ്ട് നെൽപ്പറയില്ലാത്ത ഒരു മംഗളകാര്യം നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അതൊക്കെ ഈ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലൊരു കാര്യം തന്നെയാണ് ഈ നിറപുത്തിരി എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം, ഇക്കഴിഞ്ഞ എന്താ പറയുക വെള്ളപ്പൊക്കത്തിൽ ഇവിടെയൊക്കെ വെള്ളം കയറിയ സ്ഥലമായിരുന്നു കേട്ടോ. ഈ അടുത്തടുത്ത വീടുകളിൽ ഒരു 1-2 വീടുകളിലൊക്കെ വെള്ളം കയറി. പിന്നെ ഫയർഫോഴ്സൊക്കെ വന്നിട്ടാണ് കുറേ ആൾക്കാർക്ക് അക്കരെ കിടത്തിയത്. നമ്മുടെ പാടം സൈഡാണല്ലോ, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇടയിലാണ് ഇത് ചെയ്യണത്. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഈ ലെവലിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഈ പൂജ തന്നെ നടക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാം മംഗളകരമായി നടന്നു. അങ്ങനെ പൂജയെല്ലാം കഴിഞ്ഞ് എല്ലാവരും നമസ്കരിച്ച് പൂജ പര്യവസാനിക്കുകയാണ്. ഇനി കതിരൊക്കെ ഓരോരുത്തരുടെ വീടുകളിൽ കൊണ്ടുപോയി പ്രസാദമൊക്കെ കഴിച്ച് എല്ലാവരും എന്താ പറയുക എൻ്റെ വീട്ടിൽ പോയി പിരിയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നന്ദി, നമസ്കാരം.